ഇതാണ് ഞാനൊരു 3 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ സ്റ്റാൻഡ് മിക്സർ. റോസ്മാൻ ആണ് കേട്ടോ ഇതിൻ്റെ പേര്. ബ്രാൻഡ് നെയിം വരുന്നത് റോസ്മാൻ എന്നാണ്. പിന്നെന്താ ഇതിനെപ്പറ്റി പറയാൻ, ഇതിൻ്റെ മോഡൽ നമ്പർ അത് ഞാനിവിടെ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ 1400 വാട്ടിൻ്റെ ആണ്, മെയ്ഡ് ഇൻ ചൈനയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൺലൈനിലാണ് വാങ്ങിച്ചത്. വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ കുറേ സ്റ്റാൻഡ് മിക്സർ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. കുറേ ആൾക്കാരുടെ വീഡിയോസ് കണ്ടു. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല റിവ്യൂ കിട്ടിയതായതുകൊണ്ടും പിന്നെ ആ ഓഫർ പ്രൈസ് എനിക്ക് ഓക്കെ ആയിരുന്നത് കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അന്ന് ഇതിന് ഒരു 8000 എത്രയായിരുന്നു എന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അതുപോലെ ഓൺലൈനാണ് വിചാരിച്ചിട്ട് ആരും ലിങ്ക് ചോദിക്കരുത് കേട്ടോ. എൻ്റെ അടുത്ത് ലിങ്കൊന്നും ഇല്ല, അതൊക്കെ പോയി. എന്തായാലും ഇത്രയും വർഷം ഉപയോഗിച്ചിട്ടും ഞാൻ ഓക്കെയാണ്. പിന്നെ ബീറ്ററിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇനി വേറെ ഒന്നും ഉപയോഗിച്ച് നോക്കിയാലാണ് മനസ്സിലാവുക. എനിക്കതിപ്പോൾ പറയാൻ പറ്റൂലല്ലോ. ഞാൻ വേറൊരു ബീറ്ററിനെയും ഇതുവരെ തൊട്ടടുത്ത് കാണുന്നത് പോയിട്ട് ഒരു ഷോപ്പിൽ വെച്ചതുപോലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഇതിനെ അല്ലാതെ കേട്ടോ. അതുപോലെ ഇതിന് 6 സ്പീഡാണ് കേട്ടോ. ഈ ഒരു പൾസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പി എഴുതിയില്ലേ, അത് പൾസ് ബട്ടൺ ആണ് കേട്ടോ. നമ്മൾ മിക്സിയിലൊക്കെ ചെയ്യുന്ന സെയിം സംഭവം തന്നെ, ബാക്കോട്ട് തിരിക്കുന്ന സമയത്ത് പൾസ് ആവുന്ന രീതിയിൽ. പിന്നെ ഇതാ 6 സ്പീഡാണുള്ളത്. മിക്കപ്പോഴും ഈ ഒരു 6ാമത്തെ സ്പീഡിൽ തന്നെയാണ് ഞാനിട്ടിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതാ ഇതിങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടക്ക് ടക്ക്, അതാണ് സംഭവം. ഞാനിത് വാങ്ങിച്ച സമയത്ത് എനിക്കിത് യൂസ് ചെയ്യാൻ അറിയില്ല കേട്ടോ. ഞാനിതിൽ കോഴിമുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് ഫസ്റ്റ് സ്പീഡിലിട്ട് നോക്കി. പക്ഷേ ഇത് എത്ര നേരം ബീറ്റായിട്ടും പൊങ്ങി വരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് ഫുൾ സ്പീഡിലിട്ടിട്ടാണ് കേട്ടോ ഞാനിത് ബീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമും. ഇതുവരെ എനിക്ക് അതിൽ കുറഞ്ഞ സ്പീഡൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. വെച്ചതിന് ശേഷമാണ് കേട്ടോ നോബ് തിരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഒരു ഒരൊറ്റ പോക്കാണ്. എന്താ പറയുക, ടപ്പേന്ന് പറഞ്ഞിട്ട് അങ്ങ് മേലോട്ട് പൊങ്ങിപ്പോവും. അപ്പം നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് ഈ നോബ് തിരിക്കും, അത് സാവധാനം അങ്ങോട്ട് മേലോട്ട് പൊങ്ങിക്കയറും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം വരുന്നത്. പിന്നെ ഇതാ ഇതിൻ്റെ മുകളിൽ, ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ആ ബ്ലേഡ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമുണ്ടേ. അതിൻ്റെ മുകളിൽ 2 പ്രൊജക്ഷൻ ഉണ്ട്. നമ്മൾ വീട്ടിൽ ബൾബൊക്കെ ഇടൂലേ പണ്ടത്തെ, ഇപ്പം ഇങ്ങനെ എന്താ പറയുക സ്പൈറലായിട്ടുള്ള ബൾബാണ്. അതല്ലാതെ മുമ്പൊക്കെ നമ്മൾ ബൾബ് ഇടുന്ന സമയത്ത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലോക്കാവൂലേ, അതേപോലെ തന്നെയാണ് ഇതിൻ്റെയും ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്ലേഡ് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ബീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്ലേഡ്. ബീറ്റർ ബ്ലേഡ് പകരം ഇത് വിസ്കിൻ്റെ ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ ഷാർപ്പ് എഡ്ജൊന്നും ഇല്ലാതെ നല്ല എന്താ പറയുക റൗണ്ട് ആയിട്ടുള്ള രീതിയിൽ പോയിൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമൊന്നുമില്ല. കണ്ടോ, നമ്മൾ ആ ഒരു നോബില്ലേ, നോബെല്ലാം മറ്റേ ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം, അതിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കണ്ടോ ഒരു കട്ടിങ് ഇതിന് കൊടുത്തേ. ഈ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഞാൻ അങ്ങനെ കാണിക്കുമ്പം മനസ്സിലാവുന്നില്ലേ, അത് ഇങ്ങോട്ടേക്ക് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ അതവിടെ സെറ്റായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഈ ഒരു സംഭവം നോക്കുക. ഇങ്ങോട്ടേക്ക് കണ്ടോ ഒരു കട്ടിങ്, ഇതിനകത്തേക്ക് കയറ്റി വിട്ടേക്കാം. പിന്നെ അത് ബീറ്റിങ്ങിൻ്റെ ടൈമിൽ തിരിയുമ്പോൾ അങ്ങനെ സ്വയം തിരിഞ്ഞിട്ട് ഇങ്ങനെ ഊരി വീണോവാ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് കറക്റ്റ് അവിടെ ഇരുന്നോളും. ഇങ്ങനെ താഴത്ത് ബ്ലേഡ് ഒന്നാകെ പിടിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മേലത്തെ ആ ബ്ലാക്ക് കളർ മാത്രം പിടിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്യുക, ഒന്ന് ജസ്റ്റ് തിരിച്ചു കൊടുക്കുക, ഇത്രയും വേണ്ടു കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതേ മെത്തേഡ് തന്നെയാണ് ഊരിയെടുക്കുന്നതും. ജസ്റ്റ് മേലോട്ടൊന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് തിരിച്ചിട്ട് ഊരിയെടുക്കാം. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നത് 3 ബ്ലേഡാണ് എനിക്ക് കിട്ടിയത്. ഇത് നമ്മൾ ഫ്ലോർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുവേ ഉപയോഗിക്കുന്നത്. മറ്റേത് എഗ്ഗ് ബീറ്റ് ചെയ്യാനും ക്രീം ബീറ്റ് ചെയ്യാനും. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു എന്താ പറയുക ബീറ്റിങ് പോലെയല്ല, മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതും സെയിം സംഭവമുണ്ട് കേട്ടോ. എല്ലാ ബ്ലേഡും നമ്മൾ ഒരേ രീതിക്ക് തന്നെയാണ് അവിടെ ഹാങ് ചെയ്യുന്നത്. അതേപോലെ ഇത് നമ്മൾ ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ ബ്ലേഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ബീറ്റ് ചെയ്യാനുള്ള ബ്ലേഡ് നമ്മൾ എടുക്കുന്നില്ല, കാരണം മിക്സിങ് മാത്രമാണ് വരുന്നത്. ആ സമയത്താണ് ഇത്. അതേപോലെ നമ്മൾ എന്തെങ്കിലും ഡോ തയ്യാറാക്കുന്ന സമയത്ത് പിസ്സ, ബർഗർ, ബ്രെഡ് അങ്ങനെ എന്തെങ്കിലും ഡോനട്ടിനൊക്കെ ഡോ തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് ഇതിട്ട് കുഴച്ചതിന് ശേഷം പിന്നീട് വേറൊരു ബ്ലേഡ് ഉണ്ട് കേട്ടോ, 3ാമതൊരു ബ്ലേഡും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. വിസ്കിൻ്റെത് സ്റ്റീലിൻ്റെ ആ ഒരു എന്താ പറയുക വയറ് പോലത്തെ ഒരു സംഭവമല്ലേ. ഇതാണ് ശരിക്കുള്ള ഹൂക്ക്. ഡോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശരിക്കുള്ള ഹൂക്ക് ഇതാണ്. ഇതിനും സെയിം മറ്റേതിനൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഹാങ് ചെയ്യുന്നത്. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. എന്തൊരു ഞാനല്ലേ. കുഴപ്പമില്ല, ക്ഷമിക്ക്.
അപ്പോൾ ഇതും ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ഡോ തയ്യാറാക്കാൻ ഞാൻ അധികം നിൽക്കാറില്ല കേട്ടോ. സ്റ്റാൻഡ് മിക്സറിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഒന്നാമത് ഇതിങ്ങനെ ഡോ തയ്യാറാക്കുമ്പോൾ ഡോ ടൈറ്റായി വരുമ്പം സ്റ്റാൻഡ് മിക്സർ ഒന്നാകെ കിടന്ന് അങ്ങോട്ട് കുലുങ്ങും. അപ്പം തന്നെ എനിക്ക് പേടിയാവും ഇത് കേടായി പോകുമോ എന്നുള്ളത്. പിന്നെ കുറേ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഡോ തയ്യാറാക്കി പെട്ടെന്ന് സ്റ്റാൻഡ് മിക്സർ കേടായി പോകുന്നുണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബൗളിനെ കുറിച്ച് പറയാം. ഇത് ശരിക്കും 5 ലിറ്ററിൻ്റെതാണ് ബൗൾ വരുന്നത്. പക്ഷെ 5 ലിറ്റർ ആണെങ്കിൽ കൂടി നമുക്ക് 3 kg ബാറ്ററാണ് കേക്കിന് വേണ്ടിയിട്ട് നമുക്ക്, അതായത് 3 കിലോ കേക്കിൻ്റെ ബാറ്ററാണ് ഇതിൽ എനിക്ക് തയ്യാറാക്കാൻ പറ്റുന്നുള്ളൂ. തയ്യാറാക്കിയാലും തന്നെ എനിക്കത് മിക്സ് ചെയ്യാൻ ഇതിൽ നിന്ന് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 2.5 കിലോ ആണ് ധൈര്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതിനും ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു എന്താ പറയുക, അതിലേക്ക് ഇറങ്ങി നിൽക്കാനുള്ളൊരു പാർട്ടുണ്ട്, കണ്ടോ, മനസ്സിലാവുന്നില്ലേ? എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഈ പ്രൊജക്ഷൻ കയറാനുള്ളൊരു ഒഴിവ്, അതിനെന്താ പറയുക, അത് സംഭവം ഉണ്ട് കേട്ടോ. സ്റ്റാൻഡ് മിക്സറിൻ്റെ മേലെ അതുമുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം ഇരിക്കുന്നത്. ഇനി നമുക്ക് സാധാരണ ഒരു സ്റ്റീൽ പാത്രം യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതും. അതിനുള്ളിലൊരു എന്താ പറയുക, ഒരു ആ സെൻട്രലില്ലേ നടുഭാഗത്ത് കണ്ടോ ഒരു മൊട്ട് പോലെ അങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡ് ഇങ്ങനെ തിരിയുന്ന സമയത്ത് ബാറ്ററിനെ കറക്റ്റ് അങ്ങനെ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ മേലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിരിക്കും എന്ന് തോന്നുന്നു, കണ്ടോ. ഇനി നമ്മൾ ആ പാത്രത്തിൻ്റെ മുകളിലൊരു പ്രൊജക്ഷൻ കണ്ടില്ലേ, അത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോയിട്ട് ലോക്കാവുന്നത്. നമ്മൾ മേലെ ആ ഒരു ബ്ലേഡ് ഇടുന്നില്ലേ, അതേ മെത്തേഡ് തന്നെയാണ് താഴത്തും. കുറച്ച് അത്യാവശ്യം പൊടിയൊക്കെ നന്നായിട്ട് കയറിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു കേക്ക് ചെയ്തോളൂ. പഞ്ചസാര ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പം അതിങ്ങനെ പാറും. അത് അപ്പം തന്നെ തുടച്ച് നീക്കണം കേട്ടോ. അപ്പോൾ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പം ഞാൻ വേഗം കയറി വീഡിയോ എടുത്തതാണ്. നമ്മളിത് ആ ബൗൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഇടുക, അപ്പോൾ അത് എടുക്കാൻ പറ്റുമേ. അതങ്ങനെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇതുപോലൊന്ന് തിരിച്ചു കൊടുക്കുമ്പം പിന്നെ അത് വരില്ല. പിന്നെ ഇത് ബൗളിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് തന്നെ ഇങ്ങനെ ലൂസായി തിരിയുക, പാത്രം അനങ്ങൂല കേട്ടോ. ഇനി അവിടെ ഇരിക്കും. ഇനി നമ്മൾ പോയിട്ട് ആ ലോക്ക് ഒഴിവാക്കും വരെ അത് അവിടെ ഇരിക്കും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ബ്ലേഡ് ഇട്ടിട്ട് എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നത്. ഇത് ബ്ലേഡ് ഇട്ടതിന് ശേഷം താഴത്തേക്ക് ആക്കുമ്പോഴും ആ നോബ് പ്രസ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് തിരിച്ചതിന് ശേഷം മേലേന്ന് മൊത്തത്തിൽ മിക്സറിനെ ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം. എന്നിട്ട് നോബ് വിടുമ്പം അതവിടെ ലോക്കായി. മൊത്തം ഒരു ലോക്കായ കളിയാണല്ലേ. ഇനി നമുക്ക് ജസ്റ്റ് പ്ലഗ് ചെയ്യാം, സ്വിച്ച് ഓൺ ചെയ്യാം. എന്നിട്ട് അപ്പോൾ കണ്ടോ ലൈറ്റൊക്കെ കത്തി നല്ല സുന്ദരി കുട്ടിയെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ബ്ലേഡ് ഏത് സ്പീഡിൽ വേണമെന്നുള്ളത് സെറ്റ് ചെയ്യാം. ആദ്യം ഞാനൊന്ന് പൾസ് കാണിച്ചു തന്നാണേ, കണ്ടോ. ആ പൾസിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ എത്ര സമയം പിടിക്കുന്നോ അത്രയും സമയത്ത് മാത്രമേ അത് വിടുന്ന സമയത്ത് അത് സ്റ്റക്കാവും. പക്ഷേ മറ്റേതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഓഫാക്കുന്നവരെ അത് തന്നെ കറങ്ങും. അതാണ് കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് സ്പീഡിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ബ്ലേഡിനെ മൊത്തത്തിൽ ഇങ്ങനെ കറക്കിയിട്ട് പാത്രം ചില ബീറ്ററിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ബ്ലേഡ് കറങ്ങൂല, ആ പാത്രം ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും. ചിലത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ബ്ലേഡും കറങ്ങുന്നുണ്ടാവും, അടിയിലെ പാത്രവും കറങ്ങുന്നുണ്ടാവും. അതൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ. അതൊക്കെ ഞാൻ ഓരോരുത്തരുടെ വീഡിയോയിൽ കണ്ടതാണ്, എനിക്ക് പരിചയമൊന്നുമില്ല. അപ്പോൾ അതാ ഫുൾ സ്പീഡ് വരെയൊക്കെ ഒന്നിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു പോക്കറ്റിൻ്റെ ഉള്ളിൽ വേറൊരു സംഭവമാണ്. എന്നിട്ട് ഇത് മൊത്തത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ് ചെയ്യുക കേട്ടോ. ഈ ഒരു ബ്ലേഡിൻ്റെത് സെൻറ്ററിലല്ല ഉള്ളത്, അത് ഒരു അറ്റത്തേക്കായിട്ട് അത് മൊത്തത്തിൽ ഇങ്ങനെ തിരിഞ്ഞു വരുന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ബീറ്ററിനെ പറ്റി മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ ഇതിനെപ്പറ്റി. ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം കേട്ടോ.